ഒരു ദിവസം അല്പനേരം വിശ്രമിക്കുന്നതിനായി ഈശോയും ശിഷ്യന്മാരും ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്ത് ആളുകളൊന്നും താമസിച്ചിരുന്നില്ല. ഈശോ അവിടെ ഉണ്ടെന്നറിഞ്ഞ് കുട്ടികളും അമ്മമാരും അപ്പമാരും എല്ലാവരും അവിടെ ഓടിയെത്തി. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. എല്ലാവരും അതെല്ലാം സന്തോഷത്തോടെ കേട്ടിരുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രോഗികളെ ഈശോ സുഖപ്പെടുത്തി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ആളുകൾക്കെല്ലാം വിശക്കാൻ തുടങ്ങി. പക്ഷേ അവർ ഈശോയുടെ അടുത്ത് നിന്ന് പോയില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരാണെങ്കിൽ ആകെ വിഷമിച്ചു. കാരണം അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആൾക്കൂട്ടത്തിലെ ഒരു ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ആളുകളായിരുന്നെങ്കിൽ 5000-ലധികം പേരും ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് ശിഷ്യന്മാരുടെ വിഷമം മനസ്സിലായി. ജനക്കൂട്ടത്തെ പുൽത്തകിടിയിൽ ഇരുത്തുവാൻ ഈശോ പറഞ്ഞു. ആ ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഈശോ കയ്യിലെടുത്തു, ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പാൻ തുടങ്ങി. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശിഷ്യന്മാർ ശേഖരിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയോ? നമ്മൾക്കുള്ളത് സന്തോഷത്തോടെ പങ്കുവച്ചാൽ ദൈവം 100 ഇരട്ടിയായി തിരിച്ചു തരും.